ഫ്രണ്ട്സ്, എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും പരിചയപ്പെടാൻ പോകുന്നത് ഒരു ക്ലീനിങ് ആപ്ലിക്കേഷനാണ്, മെമ്മറി ക്ലീനിങ് ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ഫയൽസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ മെമ്മറിയൊക്കെ ഒരുപാട് കുറവായിട്ടുള്ള ഫോണിൽ നമുക്കിത് ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത ജങ്ക് ഫയൽസ് എല്ലാം നമുക്ക് ഇതിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് കൊണ്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ കാണാൻ കഴിയും ടെമ്പററി ആപ്പ് ഫയൽസ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് മാർക്ക് ചെയ്യുക, നമുക്കപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ കാണാം അതിൻ്റെ ക്ലീനിങ് പ്രോസസ്സാണ് നടക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ക്ലീനിങ് നടക്കും. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ ഫോണിനകത്ത് ഏതെങ്കിലും ഫയൽസ് ഒന്നിൽ കൂടുതൽ വട്ടം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സ്പെഷ്യലായിട്ടൊരു സെക്ഷനുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിലെ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്തതിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഫയൽ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കതിനെ തിരിച്ച് വീണ്ടും റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ജസ്റ്റ് സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ അത് ചെയ്തതിനെ അൺഡു ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഫയൽസ് ക്യൂയെ പറ്റി പറയാനായിട്ടുള്ളത്. നമുക്കിനി അടുത്ത ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ഷാസം. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു സോങ് കേട്ടിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ നടുക്ക് കാണുന്ന സിമ്പലിലൊന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ സോങ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അത് കിട്ടുകയും, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഡേറ്റ ഓൺ ആക്കുന്നത് ആ സമയത്ത് അത് നോട്ടിഫിക്കേഷനായി വന്ന് കിടക്കുകയും ചെയ്യും. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് 2 Cards. ഇതൊരു ബ്രെയിൻ ഗെയിമാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ടൈമിൽ 2 കാർഡ്സിനെയും കൺട്രോൾ ചെയ്യുക. ഇത് കളിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളായിട്ടുള്ള എല്ലാത്തിനെയും ഫീഡ് ചെയ്യുകയും വേണം, സ്ക്വയറിലൊന്നിനെയും തട്ടാനും പാടില്ല. ഇനി ഈ ഗെയിമിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് കോർട്ടെക്സും റൈറ്റ് കോർട്ടെക്സും ഒരേ ടൈമിൽ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഈ ഗെയിമിനെ കൊണ്ട് സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ്. ഈ ഗെയിം ഗൂഗിൾ പ്ലേയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് വൈഡായിട്ടുള്ള പ്ലേയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് കളിക്കാനും സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. ഇനി ഏതെങ്കിലും പുതിയ കണ്ടന്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. Yo, I ain't here for the money, I ain't here for the fame. Though it might be nice to own a jet plane, I'ma do it all for you. Come along and see it's true, but the world is pretty cold. You might need a sweater too. I'ma put it right on ya.